കൊച്ചിയിലുള്ള ഈ കാണുന്ന 18 സെൻറ്റ് പ്ലോട്ടിലേക്ക് ഒരു വീട് ഡിസൈൻ ചെയ്യണമെന്നുള്ള ആവശ്യമായിട്ടാണ് ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അദ്ദേഹത്തിന് വേണ്ട ഒരു 4 BHK വീടാണ്. അതേപോലെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ധാരാളം ലിവിങ് സ്പേസ് വേണമെന്നുള്ള വീടിന്, അതായത് സിറ്റ് ഔട്ടായിട്ടും വരാന്തയായിട്ടും ലിവിങ് റൂംസ് ആയിട്ടൊക്കെ തന്നെ ധാരാളം സ്പേസ് വേണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്ലാനിങ് സൈഡിലേക്ക് പോയത്. സൈഡ് കോൺടെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഫേസിംഗ് ആണ് പ്ലോട്ട് വരുന്നത്. റോഡ് പോകുന്ന സൈഡിലൂടെയാണ്. ധാരാളം കാറ്റ് സൗത്ത് വെസ്റ്റ് കോർണറിൽ നോർത്ത് ഈസ്റ്റ് കോർണറിൽ നിന്നും ഈ ഒരു പ്ലോട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ഗേറ്റ് വഴി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാർ പോർഷൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ സിറ്റ് ഔട്ട് ഒരു ലിവിങ് ഏരിയ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ്, അത് അവിടെ സീറ്റൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിൻ്റെ സെക്യൂരിറ്റി കണക്കിലെടുത്തുകൊണ്ടും എസ്തെറ്റിക്സ് കണക്കിലെടുത്തുകൊണ്ടും നമ്മൾ ഗ്രിൽ വർക്ക് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ഗ്രിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീടിനകത്തേക്ക് മെയിൻ ഡോർ വഴി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഫോമൽ ലിവിങ് ഏരിയയിലേക്കാണ്. അവിടെ ഒരു TV യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾഡിംഗ് ഡോർ കൊടുത്തുകൊണ്ട് വീടിൻ്റെ പുറകുവശത്തുള്ള വരാന്തയിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം വലിയൊരു വരാന്ത നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ വരുന്നത് ഇവിടെയാണ്. ഡൈനിങ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡൈനിങ് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിനകത്ത് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് ബെഡ്റൂം ആൻഡ് ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബെഡ്റൂം വരുന്നത് സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് ഇവിടെയാണ്. അവിടെ ഒരു ബേ വിൻഡോ കൊടുത്ത് ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ എത്തിയാൽ നമ്മളൊരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് എത്തുന്നത്. അവിടെ വീണ്ടും പുറകുവശത്ത് ഒരു ഓപ്പൺ ബാൽക്കണി ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സ്പേസ് അവിടെ ഒരു ബാൽക്കണി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. താഴത്തെ വരാന്തൻ്റെ മുകളിലാണ് ആ സ്പേസ് വരുന്നത്. ഇവിടെ നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് ഒരു ഓപ്പൺ ടെറസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ധാരാളം ഓപ്പൺ ടെറസ് ഏരിയ, ബാൽക്കണി, വരാന്താസൊക്കെ തന്നെ നമ്മൾ വരുന്നുണ്ട്. ധാരാളം കാറ്റ് അതുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സെപ്പറേറ്റ് ഒരു ബാൽക്കണി സ്പേസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ടോയ്ലറ്റ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഏരിയ വരുന്നത് 2967 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ വീടിനെ പറ്റിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.